ഇറാനെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. യുദ്ധം 10ാം നാളിലേക്ക് കടക്കുകയാണ്. ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആയത്തുള്ള അലി ഖാംനൈ എന്ന അവരുടെ പരമോന്നത നേതാവിന് നഷ്ടമായതിനപ്പുറത്തേക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഇനി അവർക്കുണ്ടാകാനിടയില്ല. അങ്ങനെ 10ാം നാളിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, ആയത്തുള്ള അലി ഖാംനൈ എന്ന അവരുടെ പരമോന്നത നേതാവിനെ പകരക്കാരനെ കണ്ടെത്തിയിരിക്കുന്നു. അത് ആയത്തുള്ള അലി ഖാംനൈയുടെ മകൻ മുജ്തബ ഖാംനൈയാണ്. അപ്പോൾ ഇന്ന് സുപ്രീം കൗൺസിൽ കൂടി പകരക്കാരനെ കണ്ടെത്തുമ്പോൾ മുജ്തബ ഖാംനൈക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ വലുതാണ്. രാജ്യവും അവരുടെ സംഘടനയും ഒക്കെ വലിയ ഏറ്റവും അപകടകരമായ, ഏറ്റവും നിർണായകമായ ഒരു സന്ധിയിൽ നിൽക്കെ മുജ്തബ ഖാംനൈ എന്ന പുതിയ നേതാവിന് ഈ യുദ്ധകാലത്ത് ഇറാനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ജമി ചേട്ടാ, മുജ്തബ ഖാംനൈക്ക് മുന്നിലുള്ള വെല്ലുവിളി, അദ്ദേഹത്തിൻ്റെ ദൗത്യം എങ്ങനെ കാണാം? ഈ മുജ്തബ ഖാംനൈയെ പ്രഖ്യാപിക്കുന്നത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആരെ കൊണ്ടുവന്നാലും ഞങ്ങൾ കൊല്ലും എന്ന് പറയുന്ന അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന സഖ്യം. ഇസ്രായേൽ പരസ്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. മുജ്തബ ഖാംനൈ ആണെങ്കിൽ ശരിയാവില്ല എന്ന് ട്രംപും 2 ദിവസം മുമ്പ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു പരമോന്നത നേതാവിനെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലാൻ പോയി ഒരു ടാർഗറ്റിനെ കൊടുക്കുക എന്നത് കൂടിയാണ്. എന്നിട്ടും പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം മുജ്തബ ഖാംനൈയുടെ പ്രത്യേകത അച്ഛനെ പോലെ തന്നെ ഒരു ഹാർഡ് ലൈനറാണ്. ഈ അടുത്ത കാലത്തുണ്ടായ അവിടുത്തെ ജനകീയ സമരങ്ങൾക്കൊക്കെ എതിരെയുള്ള വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവരുടെ പോലീസിൻ്റെ അട്രോസിറ്റീസിലൊക്കെ ഇയാൾക്ക് വലിയ പങ്കുണ്ട് എന്ന് വാർത്തകളുണ്ട്. എന്തായാലും തീവ്ര മതമുഖമാണ് മുജ്തബ ഖാംനൈ. അയാളെ തന്നെ പ്രഖ്യാപിക്കുന്നു. അതിലൂടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുമായി നോ കോംപ്രമൈസ്. അതായത് ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന ഇറാനിലെ ഒരു ദ്വന്ദ്വം, ഇസ്രായേലിലെ സർക്കാർ അതിൻ്റെ സംവിധാനങ്ങൾ പ്രസിഡന്റ് ഒരു വഴിക്ക്, അതേസമയം അതിനേക്കാളൊക്കെ വളരെ ഹാർഡ് ലൈൻഡ് ആയിട്ടുള്ള ക്ലർജിയുടെ നേതൃത്വത്തിലുള്ള ഖാംനൈയുടെ കീഴിൽ റിപ്പോർട്ട് ചെയ്യുന്ന IRGCയുടെ സഖ്യ ശക്തികൾ വേറൊരു വശത്ത് ഒരു വലിയ ടീമാണ്. സത്യത്തിൽ നേരത്തെ വിദേശകാര്യമന്ത്രി പറഞ്ഞതുപോലെയോ പെഷ്കാൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെയോ ഒരു കോംപ്രമൈസിൻ്റെ ഭാഷയിലല്ല IRGC സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത്. അവരുടെ തലപ്പത്താരാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അയൽ രാജ്യങ്ങളെ ഞങ്ങൾ അങ്ങനെ ആക്രമിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അടുത്ത മണിക്കൂറിൽ മിസൈലുകൾ പ്രവഹിക്കുകയാണ്. പിന്നെ പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്, അത് മിസ്കോട്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. എനിവേ, IRGCയുടെ കാര്യത്തിൽ ഒരു സംശയമില്ല, ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ശത്രു എതിർവശത്തുള്ള മുഴുവൻ ആളുകളെയും അമേരിക്ക, ഇസ്രായേൽ, അതോടൊപ്പം അമേരിക്കയും ഇസ്രായേലിനെയും സഹായിക്കുന്നവർ, അവരുടെ എല്ലാവരുടെയും സർവനാശം എന്ന ഒരൊറ്റ ടാർഗറ്റിലാണ് IRGC മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ്. അപ്പോൾ അവർ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ആയത്തുള്ള ഖാംനൈക്കാണ്. ആയത്തുള്ള ഖാംനൈയുടെ മകൻ രണ്ടാമത്തെ പുത്രനാണ്. അതുപോലെ തന്നെ വളരെ വലിയ ഹാർഡ് ലൈനറായിട്ടാണ് അറിയപ്പെടുന്നത്. അയാളെ തന്നെ കൊണ്ടുവരുന്നതിലൂടെ യുദ്ധത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഇറാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. അതേസമയം എന്തുകൊണ്ട് മകൻ എന്നൊരു ചോദ്യം ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അത് ഇറാൻ്റെ വിപ്ലവത്തിൻ്റെ തത്വങ്ങൾക്കെതിരാണ്. അച്ഛന് ശേഷം മകൻ വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള വേറെ ഒരുപാട് തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. നമുക്കത് അറിയില്ല ഇറാനകത്ത് എന്ത് ഇൻറ്റേർണൽ ഡൈനാമിക്സാണ് ഈ മകനെ പരമോന്നത നേതാവാക്കി ഗാർഡിയൻ കൗൺസിൽ തീരുമാനിച്ചതിലൂടെ പുറത്തു വരുന്നത് നമുക്കറിയില്ല. പക്ഷേ ഹാർഡ് ലൈനറാണ്. അച്ഛനെ കൊന്ന സ്ഥലത്ത് മകനെ അവരോധിച്ചതോടുകൂടി ശക്തമായ തിരിച്ചടി തുടരും എന്ന സന്ദേശം കൊടുത്തു കഴിയുന്നുണ്ട്. 56 വയസ്സേ ഉള്ളൂ മുജ്തബ ഖാംനൈക്ക്. ഈ അടുത്ത കാലത്തെങ്ങോ മുമ്പോ അങ്ങനെ പൊതുമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളല്ല. പ്രസംഗങ്ങൾ കൊടുക്കാറില്ല. അയാളുടെ വീഡിയോസ് വളരെ അപൂർവമാണ്. ഇതുവരെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പദവിയിലോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഇറാനിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പദവിയിലോ ഇയാൾ എന്തെങ്കിലും പദവി വഹിച്ചാൽ നമുക്കറിയില്ല. ഒരു സെക്ലൂഡഡ് സീക്രട്ട് ലൈഫാണ്. പക്ഷേ ദ ഗേറ്റ് കീപ്പർ ഓഫ് ദ ഫാദർ എന്നാണ് പല ഇറാനെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന പലരും എഴുതിയിട്ടുള്ളത്. ഈ 2010 വിക്കിലീക്സ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇൻറ്റേർണൽ സംഭാഷണങ്ങൾ അമേരിക്കയുടെ പുറത്തു വിടുമ്പോൾ അതിനകത്തും ഇദ്ദേഹം വരുന്നുണ്ട്. ഇദ്ദേഹം കർട്ടൻ്റെ പുറകിലിരിക്കുകയാണെങ്കിലും ശരിക്കും കർട്ടൻ്റെ പിന്നിലുള്ള വളരെ വലിയ ശക്തി എന്തുതന്നെയാണ് മുജ്തബ ഖാംനൈയെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അച്ഛൻ ഇറാൻ്റെ പരമോന്നത പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ വളരെ നിർണായകമായ പല ജോലികളും പല കാര്യങ്ങളും, പ്രത്യേകിച്ച് IRGC റെവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെയൊക്കെ നിയന്ത്രണവും ബന്ധവുമൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ്. അങ്ങനെ ഒരാളാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഈ അവരോധത്തിലൂടെ നമുക്ക് ഇറാനിൽ നിന്ന് മനസ്സിലാകുന്നത്. ശക്തമായ സന്ദേശം വരികയാണ്. പിന്നെ വാ കൊല്ല് എന്ന് പറയുന്ന ഒരു വെല്ലുവിളി കൂടിയുണ്ട്.
നിങ്ങൾക്ക് തട്ടിക്കളയെന്ന് പറയുമ്പോൾ അപ്പം തന്നെ ഒരു നേതാവിനെ പ്രഖ്യാപിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ട്, അത് ഹാർട്ട് ലൈനർ ആവുകയും ഒരു തരത്തിലും നിങ്ങളുമായി സന്ധി ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരാളെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ രണ്ട് രീതിയിലും എതിർ ശക്തികളെ വെല്ലുവിളിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. അതേസമയം യുദ്ധത്തിൽ മറ്റു ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ പറയണം. ഈ ദിവസം ഈ കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ നീക്കം മുഴുവൻ തടസ്സപ്പെട്ട് കഴിഞ്ഞു. ഇറാൻ്റെ മേൽ തീമഴ പോലെ മിസൈലുകൾ വീഴുന്നുണ്ട്, തിരിച്ചും പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് റഷ്യയുടെയും ചൈനയുടെയും പ്രസൻസിനെ കുറിച്ച് വളരെ കൗതുകകരമായ ചില നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഈ റഷ്യയും ചൈനയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗൾഫ് ഓഫ് ഒമാനിൽ ചൈനയുടെ ഏതാണ്ട് 3000 ടൺ കേവ് ഭാരമുള്ള ഒരു ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് കപ്പൽ നങ്കൂരമിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സമയം 1200 1600 മിസൈൽ മൂവ്മെൻറ്റുകളെ, വ്യത്യസ്തമായ മൂവ്മെൻറ്റുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഈ കപ്പൽ. തൊടാൻ പറ്റില്ല ആർക്കും. കാരണം ഗൾഫ് ഓഫ് ഒമാൻ്റെ തീരത്താണെങ്കിലും അത് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലാണ്, ആർക്കും വരാം. ഈ മുഴുവൻ നീക്കങ്ങളെയും സാഗൂതം വീക്ഷിച്ചുകൊണ്ടൊരു ചൈനീസ് കപ്പൽ അവിടെ നങ്കൂരമിട്ടിരിക്കുന്നു 2 ദിവസം മുമ്പ്. വളരെ പ്രധാനപ്പെട്ട കാര്യം. റഷ്യ വളരെ അവരുടെ സാറ്റലൈറ്റുകൾ വഴി വളരെ കാര്യമായി ഇതിൻ്റെ ഇൻഫർമേഷൻസ് എടുക്കുന്നുണ്ട്. ഈ ഡേറ്റകളെല്ലാം ഇറാൻ്റെ സംവിധാനത്തിന് കൊടുക്കാനാണോ പ്ലാൻ, അതോ കൊടുത്തു തുടങ്ങിയോ? അങ്ങനെയാണോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട വേധ മിസൈലുകളുടെ ബാറ്ററികളും മറ്റും തകർക്കാൻ ഇറാന് കഴിഞ്ഞത്? നമുക്കറിയില്ല. പക്ഷേ ചൈനയും റഷ്യയും സജീവമായി ഇടപെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി ഈ കപ്പൽ, ചൈനീസ് കപ്പൽ അവിടെ നങ്കൂരമിടുന്നതിനെ കാണേണ്ടി വരും. ചുരുക്കത്തിൽ ഇൻഫർമേഷൻ ഷെയറിങ്ങിലെങ്കിലും ഇറാനെ സഹായിക്കാൻ ഇവർ മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഓർക്കണം, ചൈന ഈ യുദ്ധം തുടങ്ങിയ ആ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞു, ഇറാൻ്റെ അഖണ്ഡത സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഇറാനെ 4 കഷ്ണമാക്കി കളയും എന്ന് പറഞ്ഞ ആദ്യത്തെ മൂവ് ഉണ്ടാകുന്നതും കുർദുകളേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നതും പിന്നീട് ആ കുർദുകളുടെ നീക്കം വേണ്ടാന്ന് വെക്കുന്നതും ഒക്കെ. അപ്പോൾ അതും ഈ 10-ാം ദിവസം നമ്മൾ കാണുകയാണ്. ചുരുക്കത്തിൽ യുദ്ധത്തിൽ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് തീരുമാനിക്കുന്ന ഇറാൻ പല രീതിയിൽ അവരെ സഹായിക്കാൻ സാധ്യതയുള്ള ചില നീക്കങ്ങൾ അവരുടെ സഖ്യ കക്ഷികളിൽ നിന്നുണ്ടാകുന്നു. ഇനി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു പുതിയ ടാർഗറ്റിനെ കൂടെ കിട്ടിയിരിക്കുന്നു, തീർക്കാൻ, തകർക്കാൻ. ഇതിനു മുമ്പ് ഇസ്രായേൽ ഇത് ചെയ്തിട്ടുണ്ട്. ഹമാസിൻ്റെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെയും ഒക്കെ നേതാക്കളെ, പുതിയ നേതാവിനെ പ്രഖ്യാപിക്കുമ്പോൾ അയാളെ, സിൻവാറിനെ അടക്കം ഓരോരുത്തരെയായി വധിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇറാൻ ഇതറിയാമായിരുന്നിട്ടും ഇറാൻ പുതിയ നേതാവിനെ പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ ഒരു വെല്ലുവിളി കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണെന്നാണ് ഈ 10-ാം ദിവസം നമുക്ക് പറയേണ്ടത്. യെസ്, അജിംസ്, ആയത്തുള്ള അലി ഖാംനയുടെ മകനെ തന്നെ, എന്ന് വെച്ചാൽ IRGCയുടെ ഇഷ്ടക്കാരനായ മുജ്തബ ഖാംനയെ തന്നെ പകരക്കാരനാക്കുന്നതിലൂടെ ഇറാൻ നൽകുന്ന മെസ്സേജ് എന്താണ്? ഈ മുസ്തഫ ഖാംനയുടെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് പുറത്തു നിന്ന്, ഈ ഇറാൻ ഡയസ്പോറയും ഇറാനകത്തുള്ള ആളുകൾ ചിലരും. അതിൻ്റെ ഒരു കാരണം, ഗാർഡിയൻ കൗൺസിൽ യോഗം ചേർന്നല്ല ഇത് വോട്ട് ചെയ്തല്ല തീരുമാനിച്ചത്. യോഗം ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ കൊണ്ടൊരു ബോംബിട്ട് എല്ലാവരും കൂടെ തീർത്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ഇവർ ഓൺലൈൻ വഴി ഒരു സമന്വയം ഉണ്ടാക്കി, ആ സമന്വയത്തിലൂടെ ഉണ്ടായൊരു ആയത്തുകയാണ് മുജ്തബ ഖാംനെ. സാധാരണ രീതിയിൽ ഒരു ഇറാൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഇല്ല. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മോൻ, അങ്ങനെ പരിപാടിയൊന്നുമില്ല. പുതിയ ആളെ തിരഞ്ഞെടുക്കുക ജനാധിപത്യ രീതി തന്നെയാണ്. പക്ഷേ ഇത് വളരെ അപൂർവമാണ്. ഒരു അച്ഛൻ മരിച്ചു, മോൻ ആയത്തുകയാവുന്നു എന്നുള്ളതൊരു അപൂർവതയാണെന്ന്. ഇവിടെ നമ്മൾ കാണേണ്ടത് 2 പ്രശ്നമുണ്ട്. ഈ യുദ്ധം തീർന്നാലും ഇല്ലെങ്കിലും ഒരു ഹാർഡ് ലൈനർ, ഖാംനയെ പോലെ ഒരു ഹാർഡ് ലൈനർ തന്നെ ആയത്തുകയാവുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലാണ്. ഒന്ന്, പരിഷ്കരണം വേണം എന്നാവശ്യപ്പെടുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇറാനിലുണ്ട്. അത്രയധികം പോളറൈസ്ഡാണ് ആ സൊസൈറ്റി. അപ്പോൾ ആ പോളറൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക് ഒരു യുദ്ധകാലത്ത് ഒരു ഹാർഡ് ലൈനർ ആയിട്ടുള്ള ആയത്തുക വയ്ക്കുകയാണ്. അത് തീർച്ചയായിട്ടും ആഭ്യന്തര രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് മനസ്സിലാവും. ഹാർഡ് ലൈനർ എന്ന് വെച്ചാൽ ഹാർഡ് ലൈനർ ഈ യുദ്ധകാലത്തേക്കാണ്. അപ്പോൾ യുദ്ധകാലത്തെ ഹാർഡ് ലൈനർ തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രായേലിനുമെതിരെ ഒരു സന്ധിയില്ലാത്ത യുദ്ധത്തിന് നേതൃത്വം കൊടുക്കും. അതായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ലക്ഷ്യം. സന്ധിയില്ലാത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അലി ലാറിജാനിയും പെഷസ്കിയാനും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കുമില്ല, ഒരു സമാധാന ചർച്ചയ്ക്കുമില്ല അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും. അതിൻ്റെ കാരണം ഈ യുദ്ധം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്, ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കും. താൽക്കാലികമായ ഒരു വെടിനിർത്തലില്ല, യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കുറേ കൂടി ഗ്രാവിറ്റിയുള്ളൊരു വർത്തമാനമാണ്. യുദ്ധം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുന്നത് എന്ത് വേണം? ഒരു ഇടക്കാല സമാധാന കരാറോ ഒരു വെടിനിർത്തലോ പോലും തങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് ഞങ്ങൾ പിന്മാറും എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ അതൊരു വലിയ വർത്തമാനമാണ്, വലിയ വർത്തമാനമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇസ്രായേൽ കരുതി ഉറപ്പിച്ച് തന്നെയാണ്. കാരണം ഇസ്രായേൽ കഴിഞ്ഞ 3.5-4 പതിറ്റാണ്ടായിട്ട്
നേരിടുന്നത് ഒരേ ഭീഷണി തന്നെയാണ് ഇറാനെ സംബന്ധിച്ച്. ഒരേ പ്രശ്നമാണ് അവർക്ക് നേരിടാനുള്ളത്. അപ്പോൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ അത് സൈനികമായി പരിഹരിക്കുമോ ഡിപ്ലോമാറ്റിക്കലായിട്ട് പരിഹരിക്കുമോ എന്നറിയില്ല. കാരണം ഈ ഒരു ആക്രമണം, ഇപ്പോൾ ഉണ്ടായ ഒരു ആക്രമണം, ഒരു ആയത്തുള്ളയുടെ വധം, US-ൻ്റെയും ഇസ്രായേലിൻ്റെയും സഖ്യ ചേർന്നുള്ളൊരു ആക്രമണം അവരേത് നിമിഷവും പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ അങ്ങനൊരു ചരിത്ര സന്ദർഭം വരുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് GCC രാജ്യങ്ങൾ ആക്രമിക്കുന്നത് മുതൽ ഒരു ഹാർഡ് ലൈനർ ആയത്തുള്ള മരിച്ച ആയത്തുള്ളയുടെ മകനെ തന്നെ അവരോധിക്കുന്നതിലൂടെ, അതായത് അവരെന്താണോ പിന്തുടർന്നു പോകുന്നൊരു വിദേശ നയം, ആ വിദേശ നയം തുടരും എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി യുദ്ധം എന്തെങ്കിലും അവസാനിക്കുകയോ അല്ലെങ്കിൽ ഇറാൻ വേറെ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കലിയൊക്കെ ഇറാൻ മാറിപ്പോകുമോ ഇതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അപ്പോൾ അതിനകത്തുള്ള ഡൊമസ്റ്റിക് രാഷ്ട്രീയത്തിൽ ഈ മുജ്തബ ഖാംനെയി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും വളരെ പ്രധാനമാണ്. ഒരു ഹാർഡ് ലൈനർക്ക് റിഫോമിസ്റ്റ് ആവാനൊക്കെ കഴിയും. കാരണം ഇത് അത്ര റിജിഡായിട്ടുള്ള വെള്ളം കിടക്കാത്ത കമ്പാർട്ട്മെൻറ്റുകളല്ല ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ. അതായത് റിഫോർമേഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നവർ ഹാർഡ് ലൈനറും ആവശ്യപ്പെടുന്ന ഒരു പരിഷ്കരണവാദികളും മറ്റുള്ളവർ ഹാർഡ് ലൈനറും എന്ന് വിശദീകരിക്കാൻ കഴിയില്ല. കാരണം ഇതേ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഗാർഡിയൻ കൗൺസിൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഗാർഡിയൻ കൗൺസിലിൻ്റെ ആളുകളെല്ലാം ഉലമാക്കളാണ്, മീൻസ് മതപണ്ഡിതരാണ്. ഈ മതപണ്ഡിതരൊക്കെ ഒരേ സെമിനാരിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകളാണ്. അവരിൽ തന്നെ പരിഷ്കരണവാദികളും തന്നെ ഒരു പരിഷ്കരണവാദിയാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ സൈദ്ധാന്തികമായ ശാഠ്യം കൊണ്ടല്ല പരിഷ്കരണവാദത്തെ എതിർക്കുന്നതോ പരിഷ്കരണവാദത്തെ പിന്തുണയ്ക്കുന്നതോ. സൈദ്ധാന്തികമായ ഒരു ശാഠ്യമില്ല അവർക്കിടയിൽ. ഇവരുടെ പ്രശ്നം പ്രായോഗികമാണ്. കാരണം ഒരു ലിബറൽ സൊസൈറ്റിയായിട്ട് ഇറാനെ മാറ്റിക്കഴിഞ്ഞാൽ അത് ഇറാൻ്റെ വിപ്ലവ മൂല്യങ്ങളെ തകർത്തേക്കും എന്നുള്ളൊരു പ്രശ്നമാണ് അവർക്ക്. വിപ്ലവ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇസ്രായേൽ വിരുദ്ധ നിലപാടെന്നേ അർത്ഥമുള്ളൂ. അത് ഒരു ലിബറൽ മൂല്യമാകുമ്പോൾ അമേരിക്കയുടെ ഒരു സോഫ്റ്റ് കോൺട്രാവും. അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ മുഹമ്മദ് ഖാത്മി, പഴയ പ്രസിഡന്റ്, അമേരിക്കയുമായി ഒരു തരത്തിലും ശത്രുത വേണ്ട എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അവരുമായി ഒരു രമ്യതയിൽ പോവുകയാണ് ഇറാന് നല്ലത്. ഇറാൻ്റെ സെക്യൂരിറ്റിയും ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതിക്കും നല്ലതാണ്. നമുക്ക് ഉപരോധമൊക്കെ അവസാനിപ്പിക്കാം, നന്നായി ജീവിക്കാം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ എങ്ങാനും അമേരിക്കയുമായിട്ട് ഒരു രമ്യതയിലായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് പഴയ റിസാ ഷാ പഹലവിയുടെ ഭരണകാലത്ത് ഇറാനിൽ തന്നെ അറിയാം. എങ്ങനെയാണ് മൊസാദ് അവിടെ റൂട്ടുണ്ടാക്കിയത്, CIA അവിടെ നിന്ന് വിവരങ്ങൾ ഗ്യാദർ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അതിന് നല്ല ഉദാഹരണമാണ്. അതായത് അമേരിക്കയുമായ ഒരു ചങ്ങാത്തം എന്ന് പറഞ്ഞാൽ ഇറാനില്ല, പിന്നെ ഇറാൻ വേറെ എന്തോ ആയി മാറും എന്നും അവർക്കറിയാം. അപ്പോൾ ഇതൊരു പ്രായോഗികമായ തർക്കമാണ്, സൈദ്ധാന്തികമായ തർക്കമല്ല. മറ്റൊന്ന്, ഇതൊരു യുദ്ധകാലമാണ്. യുദ്ധകാലത്ത് നമുക്കറിയാം ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണലാണ്. അവരുടെ വിശ്വാസത്തിലാണെങ്കിലും അവരുടെ പ്രത്യയശാസ്ത്രത്തോട് ഇമോഷണലായി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാലോ, ഈ മുഹറത്തിൻ്റെയൊക്കെ പൊസഷൻ കാണുമ്പോൾ അറിയാം അവരെങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത്. അഷൂറ. അപ്പോൾ ഒരു മരിച്ച നേതാവിൻ്റെ മകൻ വരുന്നു എന്നുള്ളത് ഇമോഷണലായി അവരെ ആ നേതൃത്വത്തോട് അടുപ്പിക്കും എന്നും ഇത് തെരഞ്ഞെടുപ്പ് നടന്നവർക്കറിയാം. വെറുതെ ഒരാൾ നിർത്തുകയല്ല. അവർക്ക് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. സത്യപ്രതിജ്ഞ ബൈഅത്ത് എന്ന് പറയും അറബിയിൽ. അതായത് നേതൃത്വത്തിന് അനുസരണ പ്രഖ്യാപിക്കുന്നത്, ഞങ്ങൾ നിങ്ങളെ പിന്തുടർന്നോളാം എന്നുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഴുവൻ ഇറാനിയൻ ജനതയുടെയും പിന്തുണ നേതൃത്വത്തിന് ഉറപ്പിക്കുക എന്നുള്ളത് മറ്റൊരു ടാക്ടിക്സ് കൂടി ഈ മുജ്തബ ഖാംനെയുടെ തെരഞ്ഞെടുപ്പിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറൊരു കാര്യം, ഈ യുദ്ധം നമ്മൾ ആദ്യം കരുതിയിരുന്ന പോലെ ഇറാൻ ഒറ്റയ്ക്കല്ല. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ഇറാൻ ഒറ്റയ്ക്കാണോ? ഒട്ടുമല്ല. ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന് മാത്രമല്ല, ഇറാനിലുള്ള നേതൃത്വവും ഒറ്റയ്ക്കല്ല. അവിടെ ഒരു മൾട്ടി പോളാർ നേതൃത്വം ഉയർന്നു വന്നിരിക്കുകയാണ്. കാരണം പെഷസ്കിയാൻ പറയുന്നത് ഞങ്ങൾ GCC ആക്രമിക്കില്ല എന്ന് പറഞ്ഞ അതേ ദിവസം 100 കണക്കിന് മിസൈലുകൾ അങ്ങോട്ട് ചെല്ലുന്നു എന്ന് മാത്രമല്ല, ഇന്നലെ രാത്രി GCC രാജ്യങ്ങളിൽ ദീപാവലി പോലെയായിരുന്നു. ദോഹയിലൊക്കെ അർദ്ധരാത്രി ഒരു 2 മണി മുതൽ 3 മണി വരെ ധാരാളം മിസൈലുകൾ വരിക, ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശബ്ദമുഖരിതമായിരുന്നാണ്. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല ആർക്കും. അപ്പോൾ പെഷസ്കിയാൻ പറയുന്നത് എന്തുകൊണ്ട്, പെഷസ്കിയാൻ കുറേ കൂടി ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ കുറയ്ക്കാൻ, അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് കൂടിയാണല്ലോ. അപ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ കുറയ്ക്കുക, GCC രാജ്യങ്ങളെ പിണക്കാതിരിക്കുക, അങ്ങനെ ഒരു ലൈനിൽ പറഞ്ഞായിരിക്കും. പക്ഷെ അതല്ല റവല്യൂഷണറി ഗാർഡ്സിൻ്റെ നിലപാട്. റവല്യൂഷണറി ഗാർഡ്സ് എന്താണോ അവർ ചരിത്രപരമായി അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് എന്താണോ ആ ദിനം വന്നിരിക്കുന്നു, ആ ദിവസം വന്നിരിക്കുന്നു, ഇനി ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ചൈനയുടെയും ജിമ്മി പറഞ്ഞല്ലോ, ചൈനയുടെയും റഷ്യയുടെയും സഹായം. ഇന്ന് പുടിൻ കുറേ കൂടി അസേർട്ടീവായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുടിൻ പറയുന്നത് ഇറാൻ ഒറ്റയ്ക്കല്ല, ഇറാൻ ഞങ്ങളുടെ പഴയ ചങ്ങാതി രാഷ്ട്രമാണ്, ഞങ്ങൾ അവർക്കുള്ള സഹായം തുടരും. അത് നേരത്തെ ഉണ്ടായിരുന്നു, ഇനിയും തുടരുമെന്ന് പുടിൻ വളരെ അസേർട്ടീവായിട്ട് പറയുന്നുണ്ട്. അതിനർത്ഥം റഷ്യയോ ചൈനയോ നേരിട്ടിറങ്ങി കളിക്കുക എന്നുള്ളതല്ല.
റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ, ആ പിന്തുണയോട് തന്നെയാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു കാഷ്വാലിറ്റി അല്ല യഥാർത്ഥത്തിൽ ഇറാനിലും ഉള്ളത്, ഇസ്രായേലിലും ഉള്ളത്. ഇറാനിലും കുറേ അധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാനിൽ നിന്ന് ഏറ്റവും നന്നായിട്ടുള്ളൊരു ഗ്രൗണ്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് CNN ആണ്. CNN ഒരു റിപ്പോർട്ടർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ 1000-ത്തിലധികം ആളുകൾ മരിച്ചിരിക്കുന്നു, ധാരാളം ആൾക്ക് പരിക്കേൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇറാൻ്റെ എണ്ണ സംഭരണശാല ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. അതൊക്കെ CNN മാത്രമാണ് അതിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും, മീൻസ് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വരുന്ന കാഷ്വാലിറ്റിയുടെ കണക്ക് ഇറാനിലായാലും ഇസ്രായേലിലാണെങ്കിലും അത്രയധികം കാണുന്നില്ല, ഇസ്രായേലിലെ സവിശേഷമായി കാണുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ ഇന്നലെ രാത്രി പലയിടങ്ങളിലായിട്ട് മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആകെ ലഭിക്കുന്ന വിവരം, കാഷ്വാലിറ്റി സംബന്ധിച്ച് ആകെ ലഭിക്കുന്ന വിവരം, ഇസ്രായേലിൻ്റെ ഔദ്യോഗികമായ ആംബുലൻസ് ഏജൻസി ഉണ്ട്, അവരുടെ ട്വിറ്റർ ഫീഡിൽ എന്ത് ചെയ്യുന്നു, ഇന്ന സ്ഥലത്ത് ഞങ്ങളിന്ന് പോയി, ഇന്നൊരാൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് എവിടെ മിസൈൽ വീഴുന്നു അവിടെ എത്തുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും അവർ പുറത്തു വിടുന്നുണ്ട്. അതല്ലാതെ IDF-ഓ ഇനി ഇസ്രായേൽ ഭരണകൂടമോ ഒരിക്കലും അവരുടെ കാഷ്വാലിറ്റി സംബന്ധിച്ച് പുറത്തേക്ക് വിടുന്നില്ല. നല്ല രീതിയിൽ ആക്രമണം വളരെ ശക്തമായി ഇസ്രായേലിനകത്തും നടക്കുന്നുണ്ട്. അതുപോലെ ലബനാനിൽ ഇസ്രായേൽ ഇറാനെ മാത്രമല്ല ഇപ്പോൾ ആക്രമിക്കുന്നത്, ലബനാനിൽ വലിയ തോതിലുള്ള റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലബനാനിൽ വൈറ്റ് ഫോസ്ഫറസ് അമ്യൂണിഷൻ പ്രയോഗിച്ചിരിക്കുകയാണ്. വൈറ്റ് ഫോസ്ഫറസ് മനുഷ്യവാസ മേഖലകളിൽ പ്രയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണ്. പക്ഷേ ഇസ്രായേൽ ഗസയിൽ ചെയ്തതുപോലെ തന്നെ ലബനാനിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സ്ഥലത്താണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. ഇറാൻ ആകട്ടെ ഇപ്പോൾ മൊത്തം ആയുധങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 100 മിസൈൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ 100 ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ 60 GCC രാജ്യങ്ങളും 40 ഇസ്രായേലിലുള്ളൂ ഇപ്പോൾ നിലവിൽ. ഇസ്രായേലിൽ ഇപ്പോഴും നിലവിൽ ആക്രമണം കുറവാണ്. പക്ഷേ അത് ഇസ്രായേലിലേക്ക് ഫോക്കസ് ചെയ്യുന്നൊരു സമയം വരും. ഇനി ഇത് ഉടനെ ഒന്നും അവസാനിക്കുന്ന യുദ്ധമല്ല. ഇനി ട്രംപിന് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ട്രംപായിട്ട് ഞങ്ങൾ ഇന്ന് വെടിനിർത്തി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സമ്മതിക്കില്ല, ഇസ്രായേൽ അത് തുടർന്നുകൊണ്ടിരിക്കും. ഇത് ദീർഘകാലം നീണ്ടു നിൽക്കാൻ പോകുന്നൊരു യുദ്ധമാണ്. അതർവൈസ് ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ചൈനയോ റഷ്യ വേറെ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ വഴിയോ മറ്റേതെങ്കിലും മുഖേനയോ ട്രംപിനെ സഹായിക്കുന്ന രീതിയിൽ യുദ്ധം നിർത്തിയില്ലെങ്കിൽ, ആ ഇടപെടൽ പോലും ട്രംപിനെ സഹായിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇത് കുറേ കാലം നീണ്ടു നിൽക്കുന്നതും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, ആഗോള സമ്പദ് വ്യവസ്ഥയെ നേർക്ക് നേരെ ബാധിക്കുന്നതും ആയൊരു യുദ്ധമായി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.